ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് നോമ്പ് എന്ന് ചോദിച്ചാൽ കുറെ അരുതുകളുടെ കൂട്ടമാണെന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. ചില ഭക്ഷണ പദാർത്ഥങ്ങൾ അരുത്, ശാരീരിക ബന്ധങ്ങൾ അരുത്, ഇങ്ങനെ ജീവിതത്തിലെ കുറെ കാര്യങ്ങളെ ഒഴിവാക്കുന്നതാണ് നോമ്പ് എന്നാണ് പൊതുവായുള്ള ധാരണ. ഗോത്രവർഗങ്ങളുടെ കാലം മുതലുണ്ടായിരുന്ന ഈ അരുതുകളെ അവർ ടബു എന്ന് വിളിച്ചു. ടബു എന്നാൽ നിഷിദ്ധമായവയുടെ വലിയൊരു പട്ടിക തന്നെയാണ്. അശുദ്ധമായ ഭക്ഷണത്തെ വേണ്ടെന്ന് വെക്കുക, ലഹരി പദാർത്ഥങ്ങൾ അകറ്റി നിർത്തുക, ഗോത്രത്തിന് പുറത്തു നിന്നുള്ള വിവാഹം നിഷേധിക്കുക, വിജനമായ പ്രദേശത്തു കൂടിയുള്ള നടപ്പ് വേണ്ടെന്ന് വെക്കുക, ഇങ്ങനെ നീണ്ടുപോകുന്നു ആ പട്ടിക. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിലെ നോമ്പ് എന്നത് അരുതുകളുടെ കൂട്ടം മാത്രമല്ല. കുറെ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ മാത്രം പൂർണ്ണമാകുന്ന ഒന്നല്ല നോമ്പ്. നോമ്പിലെ ഏറ്റവും പ്രധാനമായ ചെയ്തി എന്ന് പറയുന്നത് പശ്ചാത്താപമാണ്. ഭക്ഷണവും ലഹരിയും ഒക്കെ മാറ്റി നിർത്തിയാൽ മാത്രം നോമ്പാകില്ല. മറിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ പൂർത്തീകരിക്കുക എന്നതും അതിൽ പ്രധാനമാണ്. തൻ്റെ അടുക്കൽ വന്ന് പശ്ചാത്തപിക്കുന്ന പാപിനിയായ സ്ത്രീയെ നോക്കിക്കൊണ്ട് ക്രിസ്തു ശിമയോനോട് പറഞ്ഞത് അവൾ വളരെയേറെ സ്നേഹിച്ചു, അതുകൊണ്ട് അവളുടെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. 3 പ്രാവശ്യം തന്നെ തള്ളിപ്പറഞ്ഞിട്ട് പശ്ചാത്തപിച്ച് പൊട്ടിക്കരഞ്ഞ പത്രോസിനോട് ക്രിസ്തു ചോദിക്കുന്ന ചോദ്യം, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്നതാണ്. പശ്ചാത്താപം എന്നാൽ അധികമായി സ്നേഹിക്കുക എന്നൊരർത്ഥം കൂടെ ഉണ്ടെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു. ഈ സ്നേഹമില്ലാത്തിടത്താണ് തെറ്റുകൾ സംഭവിക്കുന്നത്. ഈ സ്നേഹമില്ലാത്തിടത്താണ് അസൂയയും ഭിന്നതയും വഴക്കുമുണ്ടാകുന്നത്. ഈ സ്നേഹമില്ലാതാകുമ്പോഴാണ് കൊലപാതകം സംഭവിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം പരിശുദ്ധ പൗലോസ്ലേഹ ഇങ്ങനെ പറയുന്നത്, എല്ലാത്തിലും വലുത് സ്നേഹമാണ്. അതില്ലെങ്കിൽ ഞാൻ വെറും മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. ജീവിതത്തിൽ നഷ്ടമായ സ്നേഹത്തെ പുതുക്കുന്നതാണ് പശ്ചാത്താപം. ആ സ്നേഹം പലിശ സഹിതം കൊടുക്കേണ്ടിയിരിക്കുന്നു. അധികമായി സ്നേഹിക്കാൻ ശീലിക്കേണ്ടിയിരിക്കുന്നു. നോമ്പിലെ അരുതുകളുടെ കൂട്ടത്തിൽ ചെയ്തികളെ കൂടെ പരിഗണിച്ചേ മതിയാകൂ. അതിൽ ഏറ്റവും പ്രധാനമായത് ഈ അധികമായ സ്നേഹമാണ്. മറ്റുള്ളവരെ അധികമായി സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ കുറെ അരുതുകൾ ശീലിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടാകുമെന്ന് വിശ്വസിക്കുക പ്രയാസം തന്നെ. ജീവിതത്തിൽ ദൈവിക സ്നേഹം നിറയുന്നില്ലെങ്കിൽ ഏതൊരു പ്രവൃത്തിയും നിഷ്ഫലമായിടും. അത് നോമ്പായാലും ആരാധനയായാലും ദാനസഹായങ്ങളായാലും. അരുതുകളെക്കുറിച്ച് ചിന്തിച്ച് കഴിച്ചുകൂട്ടേണ്ട 50 ദിനങ്ങളല്ല നോമ്പിലുള്ളത്. മറിച്ച് എത്ര പേരെ അധികമായി സ്നേഹിക്കാൻ കഴിയുന്നു എന്ന് പരിശോധിച്ച് അത് പൂർത്തീകരിക്കാൻ കിട്ടുന്ന 50 വിശുദ്ധ ദിനങ്ങളാണത്. ആ വിശുദ്ധ ദിനങ്ങളിൽ അധികമായി സ്നേഹിക്കുന്നവർ വിശുദ്ധരായിത്തീരുന്നു. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.